എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് 7 days ഹെയർ കെയർ റൊട്ടീൻ ആണ്. അതായത് ബിഗിനേഴ്സിനുള്ളതാണ്. തുടക്കക്കാർക്ക് എങ്ങനെ ഹെയർ കെയർ ചെയ്യണം എന്ന് അറിയില്ല ചേച്ചി, ഹെയർ കെയർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, മുടി വളർത്തണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിക്കണം, ഏതൊക്കെ ദിവസങ്ങളാണ് ഹെയർ വാഷ് ചെയ്യേണ്ടത്, അപ്പോൾ അങ്ങനെ കുറേ സംശയങ്ങളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു 7 days ഹെയർ കെയർ റൊട്ടീനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ മുടിയിൽ ഞാൻ ഒരാഴ്ച ചെയ്യുന്ന 7 days ഹെയർ കെയർ റൊട്ടീനും കൂടി ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് സമയം കളയേണ്ട, വീഡിയോയിലോട്ട് കിടക്കാം. തിങ്കളാഴ്ച മുതൽ തന്നെ തുടങ്ങാം. Day 1 തിങ്കളാഴ്ച മുതലാണ് ഞാൻ പറയാം. നിങ്ങൾക്ക് ഏത് ദിവസമാണ് ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തോന്നുന്നത് ആ ദിവസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ Day 1 തിങ്കളാഴ്ച നമ്മൾ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയം നമ്മൾ ചെയ്യേണ്ട, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡീപ്പ് ഓയിലിംഗ് നമ്മുടെ മുടിക്ക് കൊടുക്കുക. നല്ല രീതിക്ക് വേണമെങ്കിൽ ഒരു ഹോട്ട് ഓയിൽ കൊടുക്കാവുന്നതാണ്. നല്ല രീതിക്ക് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ല രീതിക്ക് ഓയിൽ മസാജ് ചെയ്യുക. നല്ല രീതിക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് സ്കാൽപ്പ് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 മണിക്കൂർ നമ്മൾ അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഡേ, അതായത് നമ്മൾ ഓയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഷാംപൂ വാഷ് ചെയ്യും. അപ്പോൾ അതിനേക്കാളും മുൻപായിട്ട് നമ്മളൊരു ഉള്ളിനീര് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആയിരിക്കണം. നമുക്ക് നല്ലൊരു തലയോട്ടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ മിക്ക വീഡിയോസിലും പറയുന്ന കാര്യമാണ്. നമുക്ക് നല്ലൊരു സ്കാൽപ്പ് വേണം. ഇപ്പം നല്ലൊരു സ്കാൽപ്പ് ഇല്ലാതെ നമ്മൾ എന്ത് തന്നെ ഹെയർ കെയർ ചെയ്താലും എന്ത് തന്നെ ഹെയർ പാക്ക് ഇട്ടാലും നമുക്ക് ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അത് കാരണം തന്നെ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആയിട്ട് വെക്കണം. അതിന് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉള്ളിനീര്. ഉള്ളിനീര് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തടവി കൊടുക്കുക. അതിനുശേഷം മസാജ് ചെയ്യുക. ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആവും. നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫ്, ഇച്ചിനെസ്, ചൊറിച്ചിൽ, അതേപോലെ തന്നെ കുഞ്ഞു കുരുകൾ, ഇതൊക്കെ ഇല്ലാതാക്കിയിട്ട് നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് തരാനും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് കൂട്ടാനൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മുടെ ഉള്ളിനീര് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത്. മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സ്കാൽപ്പ് നനയുന്ന രീതിക്ക് നമ്മുടെ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ Day 1 ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇനി Day 2 നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മൾ Day 1 നമ്മൾ ഷാംപൂ വാഷ് ഒക്കെ ചെയ്ത് നമ്മുടെ സ്കാൽപ്പ് മുടിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചത് കാരണം തന്നെ Day 2 നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ ചിലർക്ക് Day 2 ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലെയിൻ വാട്ടറിൽ തന്നെ നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് ഹെയർ വാഷ് ചെയ്യുന്നത് മുടിക്ക് നല്ലതല്ല. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഹെയർ കെയർ ചെയ്യാണ്, അല്ലെങ്കിൽ ഹെയർ ലോസിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം, അത് 7 days ചെയ്യണം, അല്ലെങ്കിൽ 50 days ചെയ്യണം, അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ലാതെ നമ്മൾ റെഗുലർ ആയിട്ട് ഹെയർ വാഷ് ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് നല്ലതല്ല. മുടി നന്നായിട്ട് ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണമാണ് നമ്മൾ പറയുന്നത് ഡെയിലി ഹെയർ വാഷ് ചെയ്യരുത് എന്ന്. അപ്പോൾ Day 2 നമുക്ക് ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി Day 3 നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുടി ഡ്രൈ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ, നമ്മുടെ സ്കാൽപ്പിൽ ഇവിടെ നെറുകത്ത് നമുക്കൊന്ന് എണ്ണ തൊട്ട് പരട്ടി കൊടുക്കാം. അതേപോലെ തന്നെ മുടിയിലും ചെറുതായിട്ടൊന്ന് എണ്ണ തൊട്ട് പരട്ടി കൊടുക്കുക. അതിനുശേഷം പോയിട്ട് നമുക്ക് ഷാമ്പു ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പ്ലെയിൻ വാട്ടറിൽ തന്നെ കഴുകിക്കളയാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക്, ഞാൻ ഓണിയൻ ജ്യൂസ് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഉലുവട വെള്ളം, അതേപോലെ തന്നെ നീം വാട്ടർ, ഇതൊക്കെ നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അത് കാരണം തന്നെ നമുക്ക് വേണമെങ്കിൽ ഉലുവട വെള്ളമോ അല്ലെങ്കിൽ നീം വാട്ടറോ ഒക്കെ യൂസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ആര്യവേപ്പില ഇല ഇട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക. ആ വെള്ളം എടുത്ത് നമുക്ക് മുടി കഴുകി കൊടുക്കാവുന്നതുമാണ്. ഇപ്പൊ ഇത് നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് നോർമൽ വാട്ടറിൽ നമുക്ക് എണ്ണ തൊട്ട് പുരട്ടി കൊടുത്തിട്ട് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ഇനി Day 4 നമ്മൾ Day 2 ചെയ്ത അതേ പ്രോസസ്സ് ചെയ്താൽ മതി. നമുക്ക് ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തലേന്ന് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കാരണം തന്നെ മുടി നമ്മൾ എങ്ങനെയാണോ, നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുടി രാവിലെ എണിച്ച് നന്നായിട്ട് കെട്ടി, വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോർണിംഗ് നൈറ്റ് ഹെയർ കെയർ തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോൾ മോർണിംഗ് ഹെയർ കെയർ ആയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന രീതിക്ക് എണീച്ചപാടെ നമ്മുടെ മുടി നന്നായിട്ട് ജടയെല്ലാം കളയുക. അതിനുശേഷം മുടി കെട്ടി വെക്കുക. ഓഫീസിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഹെയർ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഹെയർ വാഷ് ചെയ്യേണ്ട യാതൊരു ആവശ്യം തന്നെ ഇവിടെ ഇല്ല. ഇനി നമുക്ക് Day 5 നമ്മൾ Day 1 ചെയ്തതുപോലെ തന്നെ ഉള്ളിനീര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഉള്ളിനീരിന്റെ കൂടെ നിങ്ങൾ ഓയിൽ മിക്സ് ചെയ്തിട്ട്, അതായത് നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത്
അത് മിക്സ് ചെയ്ത് തലയിൽ പുരട്ടാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ഉണ്ടല്ലോ, അത് 1-2 നമ്മുടെ ഉള്ളിനീരിലോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് പുരട്ടിയിട്ട് ഒരു 20 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് താളി യൂസ് ചെയ്ത് നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ ഈ ഓണിയൻ ജ്യൂസിൽ നമ്മൾ ധാരാളം എണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എണ്ണമയം നമ്മുടെ മുടിയിൽ ഒരുപാടുള്ളത് നല്ലതല്ല. ഇപ്പൊ നമ്മുടെ മുടി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് നമ്മുടെ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ നമ്മൾ എക്സസ് ആയിട്ട് ഒരുപാട് ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ മുടിയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിൽ ഡസ്റ്റ് കയറാനുള്ള സാധ്യതയുണ്ട്. കാരണം എണ്ണമയ ആയത് കാരണം തന്നെ നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ ഡസ്റ്റ് പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കാരണമാണ് ഞാൻ പറയുന്നത്, വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും പുറത്ത് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് ഓയിൽ നമ്മുടെ മുടിക്കും സ്കാൽപ്പിലും വെക്കുന്നത് നല്ലതല്ല. അങ്ങനെ ഒരുപാട് ഓയിൽ വെക്കുന്ന ദിവസം നമ്മൾ തീർച്ചയായിട്ടും ഷാമ്പു വാഷ് ചെയ്തിരിക്കണം. അതല്ലാതെ ഞാൻ വീണ്ടും പറയാണ്, ഒരിക്കലും നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും നമ്മൾ ഒരുപാട് എണ്ണ തേച്ച് വെക്കാൻ ഒരിക്കലും പാടില്ല. മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു തെറ്റാണ്, മുടി വളരുന്നു വിചാരിച്ച് സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ല രീതിക്ക് ഓയിൽ അപ്ലൈ ചെയ്യുക, അതിനുശേഷം പിന്നെയും മെടഞ്ഞ് കെട്ടിവെക്കുക, പിന്നെ 2 days കഴിയും 3 days കഴിയുമ്പോൾ ഹെയർ വാഷ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുടി ഡാമേജ് ആക്കാനും നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് വരാനും പെയിൻ വരാനും ഉള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുമൂലം തന്നെ നമുക്ക് ഹെയർ ഫോൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് കാരണമാണ് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതല്ല എന്നല്ല, പക്ഷേ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഷാമ്പു വാഷ് ചെയ്യണം. അതല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മുടിക്ക് ഉണ്ടാവും. അത് കാരണം തന്നെ ഈ ഡേ 5 നമ്മൾ ഓണിയൻ ജ്യൂസിന്റെ കൂടെ എണ്ണ മിക്സ് ചെയ്ത് ചെയ്യുകയാണ്, അതല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ആഡ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താളി യൂസ് ചെയ്ത് നമുക്ക് കഴുകാവുന്നതാണ്. താളി യൂസ് ചെയ്ത് നമുക്ക് ഹെയർ വാഷ് ചെയ്താലും മുടിയിലുണ്ടാവുന്ന അതേപോലെ തന്നെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് തരാനും താളി യൂസ് ചെയ്ത് കഴുകുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏത് താളി വേണമെങ്കിലും യൂസ് ചെയ്ത് കഴുകാവുന്നതാണ്. ചെമ്പരത്താളി, അതേപോലെ തന്നെ ചെമ്പരത്തി താളി, വെള്ളിയിലെ താളി, അങ്ങനെ കുറെ തരം താളികളുണ്ട് നമുക്ക്. അപ്പൊ നിങ്ങൾക്ക് ഏത് താളിയാണോ ഇട്ട് കഴുകാൻ ഇഷ്ടം ആ ഒരു താളി ഇട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്താൽ മതി. നമുക്ക് നമ്മുടെ മുടിയും നമ്മുടെ സ്കാൽപ്പൊക്കെ ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ഡേ 6 നമ്മൾ ഡേ 2 അതേപോലെ തന്നെ ഡേ 4 ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് മുടിയിൽ ജടയെല്ലാം കളയുക. അപ്പം മുടി നിങ്ങൾക്ക് റഫാണ് ഡ്രൈ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്സ് ഓയിൽ എടുക്കുക, അപ്ലൈ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഹെയർ സീറം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ രാത്രിയിലും അങ്ങനെ ചെയ്ത് നമുക്ക് മുടി എങ്ങനെയാണ് നിങ്ങൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ആ ഒരു രീതിക്ക് തന്നെ ചെയ്താൽ മതി. നമുക്ക് ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്തേ തീരുന്നുണ്ടെങ്കിൽ പ്ലെയിൻ വാട്ടറിൽ തന്നെ നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഒരിക്കലും ഷാമ്പുവോ താളിയോ ഒന്നും യൂസ് ചെയ്ത് നമുക്ക് ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ഡേ 7 നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് നമ്മുടെ സ്കാൽപ്പിലും മുടിക്കും കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഹെയർ പാക്ക് അല്ലെങ്കിൽ ഹെയർ മാസ്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ബിഗിനേഴ്സ് ആണ്, അത് പ്രത്യേകം മനസ്സിൽ വെക്കുക. നിങ്ങളിപ്പോൾ ഹെയർ കെയർ തുടങ്ങുന്ന സമയം ആയത് കാരണം തന്നെ ഒരുപാട് ഹെവി ആയിട്ടുള്ള പാക്സ് ഒന്നും യൂസ് ചെയ്യേണ്ട. ഒരു 1 month ഒക്കെ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു റൊട്ടീൻ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ ധാരാളമാണ്. ഇനി 1 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പാക്സ് നമുക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയുടെ പ്രോബ്ലം എന്താണ് അതിനനുസരിച്ചുള്ള പാക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റൊട്ടീൻ തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് സിമ്പിൾ ആയിട്ടും അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് നമ്മുടെ എഗ് യൂസ് ചെയ്തിട്ടുള്ള ഹെയർ മാസ്ക്. ഇപ്പൊ നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ള പാക്സ് ഒന്നും നമ്മൾ ഇപ്പൊ തന്നെ നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു റൊട്ടീൻ തന്നെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഒരുപാട് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് മാനേജബിൾ ആയിട്ട് കൊണ്ടുപോകാനും ഒരുപാട് നല്ലതാണ്. ഒരു 1 month ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പാക്സ് ഉണ്ട്. അപ്പോൾ ആ പാക്സ് നിങ്ങളുടെ മുടിയുടെ പ്രോബ്ലത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മുടിക്ക് എന്താണ് മാറ്റം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പാക്സ് ഇടാവുന്നതാണ്. പക്ഷേ ബിഗിനേഴ്സ് ഒരിക്കലും എടുത്തു ചാടി ഓരോ പാക്കുകൾ ഇങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ മുടിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നതൊക്കെ അറിയണമല്ലോ. നമുക്ക് പെട്ടെന്ന് നമ്മൾ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ എടുത്ത് അങ്ങനെ തന്നെ ചെയ്യാൻ പാടില്ല. നമ്മുടെ മുടിയുടെ ടെക്സ്ചർ എന്താണ്, നമ്മുടെ മുടിയുടെ കണ്ടീഷൻ ഇപ്പം എന്താണ്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ പാക്സും യൂസ് ചെയ്യാനായിട്ട്. സോ ബിഗിനേഴ്സ് ആയത് കാരണം തന്നെ ഈ ഒരു റൊട്ടീൻ തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എഗ്ഗ് വീക്ക്ലി വൺസ് നമ്മുടെ മുടിയിൽ ഇടുന്നത് വളരെ നല്ലതാണ്. എഗ്ഗ് തനിച്ചിടാം, അതല്ല എന്നുണ്ടെങ്കിൽ എഗ്ഗ് അലോവേരയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു പാക്ക് ഇട്ട് നമുക്ക് പ്ലെയിൻ വാട്ടറിൽ തന്നെ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ വാട്ടറിൽ നമുക്ക് മുട്ടയായത് കാരണം തന്നെ മണം അടിക്കും. അപ്പോൾ ഞങ്ങൾക്ക് പ്ലെയിൻ വാട്ടറിൽ കഴുകാൻ ഇഷ്ടമില്ല എന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്ത് കഴുകാം. അപ്പോൾ നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യണം. അതായത് 7ാമത്തെ ദിവസം നിങ്ങൾ
ഷാമ്പു വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഈ പാക്കിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തേച്ച് പുരട്ടിയതിന് ശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു എഗ്ഗിലോട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ വാട്ടറിൽ തന്നെ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു എഗ് മാസ്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ മാറും, മുടി നന്നായിട്ട് സോഫ്റ്റ് ആവും. ഇപ്പം മിക്ക ആൾക്കാർക്കുള്ള പ്രശ്നമാണ് മുടി പൊട്ടിപ്പോവുക. അപ്പോൾ നമ്മൾ ഈ ഒരു എഗ് മാസ്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിലുണ്ടാകുന്ന സ്പ്ലിറ്റ് എൻഡ്സ്, അതേപോലെ തന്നെ മുടി പാതിക്ക് വെച്ച് പൊട്ടിപ്പോവുക, അങ്ങനെയുള്ളൊരു അവസ്ഥയൊന്നും ഇല്ലാതെ നമ്മുടെ മുടി നന്നായിട്ട് മാനേജബിൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് നല്ലതാണ് എഗ് വൈറ്റ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. മുഴുവനായിട്ടുള്ള എഗ് യൂസ് ചെയ്താലും യാതൊരു പ്രശ്നമില്ല. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു 7 days ഹെയർ കെയർ റൊട്ടീൻ പോകുന്നത് ബിഗിനേഴ്സിനുള്ളത്. ഇതല്ലാതെ തന്നെ കൂടുതലായിട്ട് ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും, ഒപ്പം തന്നെ നിങ്ങൾക്ക് ഹെയർ ലോസ് ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാനും, അതേപോലെ തന്നെ മുടി നല്ല മാനേജബിൾ അല്ല, മുടി റഫാണ്, ഡ്രൈ ആണ്, അങ്ങനെയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടി നല്ല രീതിക്ക് മുടി മാനേജബിൾ ആയിട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 7 days ഹെയർ കെയർ റൊട്ടീനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.